ഇന്നത്തെ എന്റെ യാത്ര അങ്ങ് ദൂരെ കുന്നും അരുവിയുമെല്ലാം താണ്ടി ഒരു നീല തടാകം തേടിയുള്ളതാട്ടോ. ഈ 302 കിലോമീറ്ററുകൾ താണ്ടി 3.5 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര ഞങ്ങളെ ജർമ്മനിയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാട്ടോ കൊണ്ടുപോയത്. ഈ സ്നേഹിക്കുന്ന ഒരാളെ കാത്തു വെക്കുന്ന ഇങ്ങനെയുള്ള സീൻസ് കണ്ടിട്ടാട്ടോ ഞങ്ങളുടെ ബാക്കിയുള്ള യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പായ ബ്ലൗബോയർ ആൻഡ് ബാൻഹോഫിലെത്തിയിട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ നടന്നുട്ടോ. ഈ ഗ്രാമവും ഗ്രാമപ്രദേശവും എല്ലാം കണ്ട്. പിന്നെ ഈ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ചൊളിപ്സും കുറെ പൂക്കളും പൂത്തു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജർമ്മനിയുടെ ഭംഗി വെറും കാസ്റ്റലുകളിൽ മാത്രമല്ല ഈ കാണുന്ന നേച്ചറിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. അങ്ങനെ ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു കേട്ടോ. ഇവരെയൊക്കെ കാണുമ്പോഴാട്ടോ എവിടെയോ ദർ ഇസ് മോർ ടു ലൈഫ് എന്ന തോട്ട് പ്രോസസ് വരുന്നത്. അങ്ങനെ കുറച്ച് കയറ്റമൊക്കെ കയറിയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നീലസുന്ദരിയെ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ എൻട്രി ടിക്കറ്റ് ഇല്ലാനിട്ട് കൂടി ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ല കേട്ടോ. ഈ വെള്ളത്തിലുള്ള ചുണ്ണാമ്പുകല്ല് നീല നിറത്തെ സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇവിടെ നീലയായി കാണപ്പെടുന്നതെന്നാട്ടോ പറയപ്പെടുന്നത്. പിന്നീട് ഞങ്ങൾ പുളിപ്പും മധുരവും ചേർന്നിട്ടുള്ള ഈ യോഹാനിസ്ബെർഗ് കൂഹനും അതുപോലെ തന്നെ പിസ്താച്ചിയോ കൂഹനും കഴിച്ചിട്ട് ബാംബർഗിലേക്ക് തിരിച്ചു വന്നു കേട്ടോ.